നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിൽ ഇനിയുള്ള 5 നാൾ കൗമാരകലയുടെ മഹാപൂരം. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി 250 ഇനങ്ങളിൽ 15,000 കൗമാര പ്രതിഭകൾ 25 വേദികളിലായി അരങ്ങിലെത്തും. തേക്കിൻകാട് മൈതാനിയിലെ സൂര്യകാന്തി എന്ന പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി കലോത്സവത്തിന് തിരികൊളുത്തി. ഇന്നു മുതൽ 18 വരെയാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കുക. വിവിധ പൂക്കളുടെ പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത്. 15,000 പ്രതിഭകളാണ് വിവിധ കലാപ്രകടനങ്ങളിൽ മാറ്റുരയ്ക്കുക. അക്കിക്കാവിൽ വീടിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. അക്കിക്കാവ് സ്വദേശി തറമേൽ വീട്ടിൽ മാധവന്റെ മകൻ രാജേഷിന്റെ വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ചൊവ്വാഴ്ച രാത്രി 10:30ഓടെയായിരുന്നു അപകടം. വീട്ടിലുണ്ടായിരുന്ന പ്രായമായവർ ഉൾപ്പെടെ 6 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രാത്രി 10:30ഓടെ വീടിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ ഉടൻ തന്നെ പുറത്തേക്ക് ഓടിയിറങ്ങുകയായിരുന്നു. നിമിഷങ്ങൾക്കകം വീട് മുഴുവൻ തീ ആളിപ്പടർന്നു. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രിക്കാനായില്ല. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടുപകരണങ്ങളും രേഖകളും ഉൾപ്പെടെ കത്തി നശിച്ചു. ബൈക്കുകൾ കൂട്ടിമുട്ടിയതിനെ ചൊല്ലിയുണ്ടായ തർക്കം കൂട്ടത്തല്ലിൽ കലാശിച്ചു. വയലത്തൂർ അഞ്ഞൂർ റോഡ് ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാത്രി 7ഓടെയായിരുന്നു യുവാക്കൾ നടു റോഡിൽ ഏറ്റുമുട്ടിയത്. തൊഴിയൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച ബുള്ളറ്റും മറ്റൊരു ബുള്ളറ്റും തമ്മിലാണ് ഗുരുവായൂർ റോഡിലെ വർക്ക്ഷോപ്പിന് സമീപത്ത് വെച്ച് കൂട്ടിമുട്ടിയത്. തുടർന്ന് അഞ്ഞൂർ റോഡ് ജംഗ്ഷനിലെത്തിയ ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും സംഘർഷത്തിലെത്തുകയുമായിരുന്നു. ചെറിയ സംഘർഷത്തിനു ശേഷം ഒരു ബൈക്കിലെ യാത്രക്കാർ സ്ഥലത്തുനിന്ന് പോയെങ്കിലും വീണുപോയ മൊബൈൽ ഫോൺ എടുക്കാൻ സ്ഥലത്ത് തിരിച്ചെത്തി. ഇതോടെ ഇതിനകം ഇവിടെ എത്തിയിരുന്ന തൊഴിയൂർ സ്വദേശികളുടെ സുഹൃത്തുക്കളും മറുഭാഗവും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടി. സംഭവത്തിൽ ഇരുവിഭാഗത്തിനും പരിക്കേറ്റ തൊഴിയൂർ സ്വദേശികളെ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ടീം ഓഫ് വട്ടയനാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിച്ചു. തൃത്താല സബ് ഇൻസ്പെക്ടർ ഹംസ ഉദ്ഘാടനം ചെയ്തു. മുൻ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ അധ്യക്ഷത വഹിച്ചു. മുൻ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ വിശിഷ്ടാതിഥിയായി. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുബീഷ്, ശ്രീകല ടീച്ചർ, മുൻ മെമ്പർമാരായ ദാസൻ, ഗിരിജ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. ചരമം കുറുക്കൻപാറ കോലാടി വീട്ടിൽ ഗീവർ നിര്യാതനായി. 45 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. വെള്ളാറ്റഞ്ഞൂർ കീഴൂർ മുട്ടിക്കൽ പരേതനായ ദേവസിയുടെ മകൻ ഫ്രാൻസിസ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 വെള്ളാറ്റഞ്ഞൂർ ഫാത്തിമ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരേതയായ എൽസി ഭാര്യയും സെബാസ്റ്റ്യൻ, ജോസ്, ദാസ് എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.